സിനിമാ ഭ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് സംവിധായകൻ അഖിൽ അനിൽകുമാറാണ്. വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. വീണ്ടും ഒരു ആക്ടർ ഓറിയന്റഡ് എന്നുള്ള രീതിയിലേക്ക് ക്യാരക്ടറിനെ കൊണ്ടുപോകാനുള്ള ആ ഒരു മോട്ടീവ് എന്തായിരുന്നു? ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പേടിയുള്ള ഒരാൾക്ക് സിനിമ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഹൈ. ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പേടിയുള്ള ആൾ സിനിമ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് സിനിമ വെച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളിലാണ് എനിക്ക് പറയാൻ ഞാൻ സ്ട്രോങ്ങറായിട്ട് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഞാൻ അതിലാണ് സ്ട്രോങ്. എല്ലാ സിനിമയും എൻ്റെ ആദ്യത്തെ അവസാനത്തെ സിനിമ, എൻ്റെ ആദ്യത്തെ സിനിമ എൻ്റെ അവസാനത്തെ സിനിമ. ചിലപ്പോൾ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ആ മൈൻഡ് സെറ്റിലാണ് എല്ലാ സിനിമകളും വർക്ക് ചെയ്യുന്നത്. എഴുത്തിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. കാരണം എഴുത്ത് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അടുത്തതെല്ലാം ഒക്കെ സ്ട്രോങ് ആയിട്ട് പോകുന്ന എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിന് എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് പഠിച്ചൊരു പാഠം. അത് കാരണം എന്താ പറയുക, എന്തൊക്കെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അതിൽ പണിയാൻ പറ്റുള്ളൂ. ഒരു ഐറ്റം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ആരും ഒന്ന് ഇൻപുട്ട് ഒരു കാര്യമില്ല. ഈ പ്രൊഡക്ഷനെ മീറ്റ് ചെയ്യുന്നത് ഇനിയും കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കുമോ? നമ്മുടെ കയ്യിലൊരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ, നമുക്കത് സ്ട്രോങ് ആണെന്ന് തോന്നുകയാണെങ്കിൽ പക്കയാണെന്ന് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും കയറി ചെന്ന് കഥ പറയാനുള്ള ഓപ്ഷൻ ഇപ്പോഴും. അതൊരു ബിഗിനർക്കും ഉണ്ട്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കും ഉണ്ട്. ഏറ്റവും വലിയ മൊമെൻറ്റ് സംഭവിച്ചത്, സിനിമ കഴിഞ്ഞ് എൻ്റെ പേര് എഴുതി കഴിഞ്ഞ് അടുത്തിരിക്കുന്ന എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് എനിക്ക് കൈ തന്നു. എൻ്റെ ഫസ്റ്റ് സിനിമയ്ക്ക് സെക്കൻഡ് സിനിമയ്ക്കൊന്നും കിട്ടിയിട്ടില്ല, ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴൊന്നും കിട്ടിയില്ല. പക്ഷെ അച്ഛൻ കളിക്കണം, അതുകൊണ്ടൊരു കൈ തന്നു. അത് ഭയങ്കര അടിപൊളി മൊമെൻ്റ് ആയിരുന്നു. സിനിമാ ഭ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് സംവിധായകൻ അഖിൽ അനിൽകുമാറാണ്. വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. ഇപ്പോൾ തലവര വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഫാമിലി ഓഡിയൻസ് ഒക്കെ സിനിമയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാരിലേക്ക് കൂടുതൽ എത്തുന്നു. ഇപ്പം ഞാൻ ഇതിൻ്റെ അഖിലിൻ്റെ കുറച്ച് ആർട്ടിക്കിളൊക്കെ വായിച്ച ടൈമിൽ അഖിലിൻ്റെ ലൈഫായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ള ഒരു സ്റ്റോറിയാണ്. ഇപ്പം കളിയാക്കലാണേലും അങ്ങനെയുള്ള ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ള ഒരു സ്റ്റോറിയാണ് ഇത്. ഫുള്ളി ആ ഒരു കഥ, അത് സ്ക്രിപ്റ്റ്, അതിൻ്റെ സ്ക്രീൻ പ്ലേ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറഞ്ഞ ഒരു ലോങ് പ്രോസസ്സ് ഉണ്ട്. 4 ദിവസം കൊണ്ട് എന്താണ് അതിൻ്റെ കഥ പൂർത്തിയാക്കിയെന്നെന്തോ വായിച്ചു. ഫസ്റ്റ് ഡ്രാഫ്റ്റ് 4 ദിവസം കൊണ്ട്, പിന്നെന്തോ 49 ഡ്രാഫ്റ്റ് അല്ലാതെ എഴുതി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് എത്തിയ ആ ഒരു ജേണിയെ പറ്റി ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? കൊറോണ സമയത്ത് ഇരിക്കുമ്പോഴാണ് കുറേ സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ എഴുതുന്നു. കാരണം അർച്ചന ഓണായിട്ട് ബ്രേക്കായി, കൊറോണ വന്നതുകൊണ്ട്. ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 10-15 ദിവസം മുമ്പ് ബ്രേക്കായി. അപ്പോൾ ഫസ്റ്റ് സിനിമ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് നമ്മളത്ര ആഗ്രഹിച്ചാണല്ലോ. അപ്പോൾ ആ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി എഴുത്ത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഓരോരോ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി. 6 മാസമൊക്കെ ആയി ഫസ്റ്റ് സ്ക്രിപ്റ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും. കാരണം ഒപ്പം സിനിമ കാണലുമുണ്ട്, സ്ക്രിപ്റ്റിങ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, എഴുത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെ എഴുതി ലാസ്റ്റ് എഴുതിയ സ്ക്രിപ്റ്റ് ഈ സ്ക്രിപ്റ്റ്. അപ്പോൾ അതന്ന് ഒരു കളിയാക്കലുകൾ കിട്ടുന്നൊരു പയ്യൻ്റെ കഥ, അവൻ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നു, അത് ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 4 ദിവസം കൊണ്ട് കഴിഞ്ഞു എൻ്റെ ഇനീഷ്യൽ ഐഡിയ. അതിന് വേണം കഥ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയാം. പക്ഷേ അതിൽ വിറ്റ്ലിഗോ എന്നുള്ളൊരാളിൽ ക്യാരക്ടറല്ല. പിന്നെയാണ് ഞാനിത് ഷെബിൻ ബക്കറോട് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൊഡ്യൂസർ ഷെബിൻ ബക്കറോട് ഷെയർ ചെയ്യുമ്പോൾ ഷെബിനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു, വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ ഈ മെയിൻ ക്യാരക്ടേഴ്സിന്? കാരണം ആ അന്നുണ്ടായിരുന്ന കഥയിൽ വേറൊരു കുറവുള്ളൊരു പയ്യനായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെ ഷേപ്പ് ചെയ്താൽ തന്നെ അത് കറക്റ്റ് ആവില്ല അവർ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ട്രെയിനിലെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒരു വിറ്റ്ലിഗോ ഉള്ളൊരു പയ്യനെ കണ്ടപ്പോൾ ഞാൻ അപ്പോഴത് ശ്രദ്ധിക്കുന്നു ഈ സംഭവം. ഞാൻ ചോദിച്ചു എന്താ, എനിക്കറിയില്ല ഇതെന്താ. നമ്മളവിടെയൊക്കെ പാണ്ടെന്ന് പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഇതിങ്ങനെയാണ്, മെലാൻ്റെ കുറവുള്ളത് കൊണ്ട് വരുന്ന പ്രശ്നമാണ് ഒക്കെ പറഞ്ഞു. അങ്ങനെ അവനോട് സംസാരിച്ചപ്പോഴാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ വിറ്റ്ലിഗോ ഉള്ളൊരു പേഴ്സൺ ആക്കാം. അപ്പം ഞാൻ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അത്ര സിനിമ, മലയാളത്തിൽ സിനിമയില്ല, വേൾഡിലും കുറച്ച് സിനിമകളില്ല. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. അങ്ങനെ ഞാൻ ഷെബിനിക്കകത്ത് പോയിട്ട് പറഞ്ഞു, ഇക്ക നമ്മളിങ്ങനെ വിറ്റ്ലിഗോ ഉള്ള ഒരാളെയാണ് പിടിക്കുന്നത്. അപ്പോൾ അയാളുടെ പേര് പിള്ളേർ കളിയാക്കി വിളിക്കുന്നത് പാണ്ട എന്നാണ്, കുൺഫു പാണ്ടത്തെ പാണ്ട അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഓക്കെ. പിന്നെ അതിൻ്റെ എഴുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു 10 ഡ്രാഫ്റ്റൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ എഴുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ ഒരു കറക്റ്റ് ആവുന്നില്ല. കാരണം ഞാൻ കഥ പറയാൻ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ പോകുമ്പോൾ വർക്ക് ആവുന്നില്ല പരിപാടി. ഫസ്റ്റ് ഓപ്ഷൻ അപ്പം അർജുന അശോകൻ ആയിരുന്നില്ല. അല്ല, ഞാൻ വേറെയുള്ള ആർട്ടിസ്റ്റുകളോട് കഥ പറയാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് ആ സമയത്ത്. കാരണം അന്ന് അർജുൻ ആയിട്ട് വന്നിട്ടൊന്നുമില്ല. ഷെബിനിക്കായിട്ട് പടം കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്നു. അടുത്ത ഏത് ആർട്ടിസ്റ്റിലേക്ക് പോകേണ്ട ഓരോരോ ആർട്ടിസ്റ്റിനടുത്ത് പിച്ച് ചെയ്യുന്നു. അങ്ങനെ പിച്ചിങ് കഴിഞ്ഞ് ആർക്കും ഒന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കാ പ്രശ്നം, കഥയ്ക്ക് പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ അപ്പു എൻ്റെ മുമ്പുള്ള പടത്തിൽ ഗീതു അൺചെയിനിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പരിചയമുണ്ട്, എപ്പോഴും കൂടി ഉണ്ടാവും.
അപ്പോൾ എന്താ പറഞ്ഞാൽ നിനക്ക് എന്നോടൊരു പരിപാടി എഴുതാൻ പറ്റുമോ, നീ എന്നോട് എഴുതാൻ കൂടണമെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അതിലടാ നമുക്ക് എഴുതാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞടാ ഇതാണ് ഐഡിയ പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഈ സിനിമ വിട്ടു. ഇതൊന്നും സെറ്റാവാതെ അപ്പോൾ ഞാൻ വേറൊരു സ്ക്രിപ്റ്റ് എഴുതാനാണ് അപ്പുവിനെ ആദ്യം വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ഫണ്ട് സാധനമുണ്ട്, അത് നമുക്ക് എഴുതാറുണ്ട്. അങ്ങനെ വിളിച്ച് അത് എഴുതി കഴിഞ്ഞിട്ടും അതും ഓണാവുന്നില്ല. ഒന്നും അങ്ങോട്ട് ഓണാവാത്തൊരവസ്ഥ എത്തിയ സമയത്താണ് എൻ്റെ പാർട്ട്ണർ അക്ഷയ പറയുന്നത്, നിങ്ങളെ മറ്റേ പഴയ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ അത് പിടിക്കുക, അതിലൊരു മോട്ടിവേഷൻ ഉണ്ട്, ആളുകളെല്ലാം ഭയങ്കര ഡൗണാണ്, അതൊക്കെ ഒന്ന് പിടിച്ചാൽ നന്നായിരിക്കും, കൊറോണ കഴിഞ്ഞിരിക്കുകയല്ലേ. അപ്പം ഞാൻ അത് ചുമ്മാ ക്യാഷ്വലാക്കി വിട്ടു, നമ്മളടുത്ത് ഒരു സ്നേഹമുള്ള ഒരാൾ പറയുന്നു എന്നുള്ളതുകൊണ്ട് ക്യാഷ്വലാക്കി വിട്ടു. പക്ഷേ ഈ സ്ക്രിപ്റ്റ് ജിയോ ബേബിക്കും എബ്രി ഷൈൻ സാറിനും അറിയാം. ജിയോ ചേട്ടൻ എപ്പോഴും കണ്ടപ്പോഴാ മറ്റേ സബ്ജക്റ്റ് എന്തായി, മറ്റേ പാണ്ടിലുള്ള സബ്ജക്റ്റ് എന്തായി, ചേട്ടാ അത് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, അത് എഴുത്, നല്ല അടിപൊളി സാധനമല്ലേ പറഞ്ഞു. എബ്രി ഷൈൻ സാറ് കണ്ടപ്പോഴും പറഞ്ഞു അതെന്തായി, നീ എന്താ അത് പിടിക്കാതെ, നീ എന്തിനാ ഇങ്ങനത്തെയൊക്കെ സാധനമൊക്കെ പിടിക്കുക, നീ അത് ഫോക്കസ് ചെയ്യടാ പറഞ്ഞു. അത് ഞാൻ തിരിച്ചു വന്നു അപ്പോഴത്തെ പറഞ്ഞു, അപ്പോൾ നമ്മൾ ഈ സ്ക്രിപ്റ്റല്ല, ഈ ഒരു സ്ക്രിപ്റ്റ് കൂടെ നമുക്കൊരു സാധനം ഇതാണ് സാധനം, നമുക്കിത് നൈസായിരിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2022 സ്റ്റാർട്ട് ചെയ്തു ഇതിൻ്റെ ഒരു ജേണി. ഞങ്ങൾ എഴുതുന്നു, ഓരോരുത്തരുടെ കഥ പറയുന്നു. ഐ മീൻ ഫ്രണ്ട്സിനെ വിളിച്ച് കഥ പറയും. ഓരോ ഡ്രാഫ്റ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വിളിക്കുന്നവരെ വിളിച്ചിരുത്തി കഥ പറയും. അപ്പോൾ നമുക്ക് കഥ പറയുമ്പോൾ അറിയാം ഇവിടെ ലാഗ് അടിക്കുന്നുണ്ട്, അപ്പോൾ ഇത് വർക്കാണല്ലോ, അപ്പോൾ അത് പൊളിക്കും. അല്ലെങ്കിൽ അവർ പറയും ഇത് വർക്കല്ല. നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് അങ്ങനെ എന്തുണ്ടെങ്കിലും ഓപ്പണായി പറയും. അങ്ങനെ എഴുതി ഷെബിനിക്കാന്ത് പറയുന്നു. അപ്പോഴാണ് മഹേഷേട്ടൻ ജോയിൻ ചെയ്യുന്നത്. മഹേഷേട്ടനോട് പറയുന്നു. അപ്പോഴത്തേക്ക് ഓക്കെ. ഈ മഹേഷേട്ടൻ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മളൊരു 49 ഡ്രാഫ്റ്റായി. കാരണം ഓരോ തവണ എഴുതി കഴിയുമ്പോഴും എവിടെയെങ്കിലും ഒരു മിസ്സ് വരും. ഇപ്പോൾ ഗണേഷിൻ്റെ ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ, ഡമ്മീൻ്റെ ഇൻസിഡൻറ്റ്, അതൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ വന്ന സമയത്ത് പിന്നെയും ഫ്രണ്ട് പോയി പൊളിച്ച് തിരിച്ചു വരണം. പിന്നെ ഈ 49 ഡ്രാഫ്റ്റിൽ പല ഡ്രാഫ്റ്റുകളും ഞങ്ങൾ അതിലത്തെ കുറേ സീനുകൾ അടുത്ത സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത്രയും മറ്റേ സലീമേട്ടൻ പറഞ്ഞാൽ പൊതിഞ്ഞു കൊണ്ടുപോയി പറയുന്നത്, അത് പൊതിഞ്ഞു വെച്ചിരിക്കുക. അത്രയും സീൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 49 ഡ്രാഫ്റ്റ് ആയപ്പോൾ പിന്നെ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ കയറി. അപ്പോഴും എഡീസൊക്കെ ആയിട്ട് സംസാരിച്ച് അപ്പോഴും എഴുത്തന്നെ കണ്ടിന്യൂസ് നമ്മളിത് എഴുതാം, ഇന്ന ഡയലോഗ് റിഫൈൻ ചെയ്യാം, ഇന്ന ഡയലോഗ് വേണ്ട, ചിലപ്പോൾ 2 ഡയലോഗ് പറയുന്നത് ഒരു ഡയലോഗ് സിമ്പിളായി പറയാം എന്നൊക്കെ പറഞ്ഞ് എഴുതി. അത് ചിലപ്പോൾ ബിഗിനേഴ്സ് ആയതുകൊണ്ടും കൂടെ ഉള്ള, നമ്മൾ ചിലപ്പോൾ പഠിക്കുന്നൊരു ടൈമല്ലേ ഇത്. നമ്മൾ പ്രോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നൊക്കെ ആവുമായിരിക്കും, അതെനിക്കറിയില്ല. അങ്ങനെ എഴുതി. പിന്നെ ഷൂട്ട് തുടങ്ങിയാൽ പിന്നെ എണ്ണമൊന്നുമില്ല. ഞങ്ങൾ ഷൂട്ടിൻ്റെ സമയത്ത് ജ്യോതിഷും അവളുടെ അനീതിയും കൂടെ ഹോസ്പിറ്റലിൽ സംസാരിക്കുന്നുണ്ടല്ലോ, അത് ആ സമയത്ത് എഴുതിയതാണ്. അത് അപ്പോൾ ഒരു ഡ്രാഫ്റ്റ് എഴുതി വേഗം കൊണ്ടുവന്നു. അപ്പോൾ നമ്മളെല്ലാവരും നോക്കി, പിന്നെ നമ്മളിരുന്ന് വർക്ക് ചെയ്ത് ആ ഷൂട്ട് തുടങ്ങുന്നതിന് 5-10 മിനിറ്റ് മുമ്പ് സെറ്റ് ചെയ്തതാണ്. അതേപോലെ പ്രപ്പോസൽ ഉണ്ടല്ലോ, സന്ദീപ് ജ്യോതിഷും പ്രപ്പോസ് ചെയ്യുന്ന സാധനം വീടിനുള്ളിൽ, അത് ശരിക്കും വീടിന് പുറത്താണ്. അത് ശ്യാമിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് സ്റ്റെപ്പ് വരുമ്പോൾ അവൾ വീടിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ടാവും. കാരണം ഇവൾക്ക് അറിയാം അവൻ വരുന്നത്. അവിടെ നിന്നായിരുന്നു സംസാരം. പക്ഷേ എന്തോ ലൈറ്റിൻ്റെ ഇഷ്യൂ. പിന്നെ ഇവിടെ ഒരു മൂഡില്ല, അത് അകത്ത് കയറുന്നതാണ് മൂഡ് എന്നെല്ലാം. രാഹുൽ എൻ്റെ എഡിറ്റർ ഉണ്ട്, അവൻ എന്ത് തോന്നുന്നു അകത്ത് കയറ്റി അടിപൊളി. അപ്പം ഞാൻ പറഞ്ഞു ഈ അകത്ത് കയറ്റിയത് വർക്കാവൂടാ, കാരണം അകത്ത് കയറിയ മാറ്റർ വേറെയാണല്ലോ. അല്ല അകത്ത് കയറ്റി വെക്കുന്നത് നൈസായിരിക്കും. അപ്പോൾ ക്യാമറാമാനും പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ലൈറ്റ് പോയിട്ടുണ്ടാവും, അകത്താണെങ്കിൽ ഈസിയാണ് സെറ്റ് ചെയ്യാവാൻ. അപ്പോൾ നമ്മൾ അകത്ത് എങ്ങനെയൊക്കെ സീൻ നടക്കേണ്ട അവിടെ ഇരുന്ന് എഴുതി. അപ്പോൾ അതിലൊരു ഡയലോഗ് ഉണ്ട്, ഡോർ ഡെലിവറി താണേ, ഹോം ഡെലിവറി താണേ, ഡോർ ഡെലിവറി ഇല്ലേ. ആ ഡയലോഗ് വന്നപ്പോഴാണ് അത് ഓക്കെ ആവുന്നത്. ആ ഡയലോഗ് അവിടെ ഇരുന്ന് എഴുതിയപ്പോൾ വന്നതാണ്. അപ്പോൾ അങ്ങനെ അൺലിമിറ്റഡായി എഴുതി സ്ക്രിപ്റ്റായത് സ്പോട്ടിൽ തന്നെ ഡയലോഗ്സ് എല്ലാം സെറ്റ് ചെയ്ത്. ഞാൻ പണ്ടൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ശ്രീനിവാസ് സാറൊക്കെ സ്പോട്ടിലിരുന്ന് എഴുതി. പക്ഷെ അതെങ്ങനെയാണെന്ന് എനിക്ക് ഈ 2 സീൻ എഴുതിയപ്പോൾ അറിയാൻ പറ്റി. പക്ഷെ എനിക്കിപ്പോഴും ധൈര്യമില്ല സ്പോട്ടിൽ എഴുതാൻ. എനിക്ക് കുറച്ചും കൂടെ നേരത്തെ എഴുതി പ്രിപ്പയർ ആയി അത് ഷോർട്ട് ഡിവിഷനൊക്കെ ചെയ്ത് വെച്ച് പ്രിപ്പയർ ആയിട്ട് വരുന്നതിനാണ് എനിക്ക് താല്പര്യം. ഓക്കെ. ഇതിൽ ഈ ഫീമെയിൽ കഥാപാത്രത്തിന് ഒരു തമിഴ് ടച്ച് കൊടുത്തത് അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. അതിൽ ഇപ്പം റീസെൻ്റായിട്ട് നടക്കുന്നൊരു ഇഷ്യൂ ഉണ്ട്. ഇപ്പം പുറത്തുള്ള ഇപ്പം ഹിന്ദി ഇപ്പം റീസെൻ്റായിട്ടുള്ളൊരു സിനിമയാണെങ്കിൽ പോലും അവിടെ മലയാളി ക്യാരക്ടറിനെ, പക്ഷെ ക്യാരക്ടർ ചെയ്യുന്നത് ഒരു മലയാളി അല്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുക. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് രേവതി മലയാളിയാണല്ലോ ആള്, മലയാളി, പക്ഷെ തമിഴ് ഭയങ്കര നീറ്റായിട്ട് അത് ഡബ് ചെയ്തായിരിക്കാം. ചെന്നൈയിൽ സെറ്റിൽഡാ. ഓക്കെ, പക്ഷെ മലയാളിയാണ്. ഓക്കെ. പുള്ളിക്കാരത്തിന്റെ നാട് സ്വദേശം കൊല്ലമാണെന്നേ, മാവേലിക്കര.
ഓക്കെ. അപ്പോൾ അതിലേക്ക് വന്നപ്പോഴും ആ ഒരു തമിഴിൽ അത്രയും നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്ത്, അതെനിക്കൊന്ന് മലയാളം ഇൻഡസ്ട്രിയിലാണ് എപ്പോഴും തമിഴാണെങ്കിൽ തമിഴ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഇപ്പം ഗൗത സിനിമയൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. പഞ്ചാബി ആണല്ലോ മാരിയതിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു തമിഴ് ക്യാരക്ടർ പ്ലേസ് ചെയ്തത് എന്തുകൊണ്ടായിരുന്നു? ഒരു 10-15 ഡ്രാഫ്റ്റ് വരെ ഇതൊരു മലയാളി ക്യാരക്ടറാണ്. അപ്പോൾ ഷെബിനിക്ക് അങ്ങനെ പറയുമായിരുന്നു, ഇവിടെ പാലക്കാടല്ലേ അത് നടക്കുന്നത്, തമിഴാക്കിക്കൂടെയോ? ഞാൻ പറഞ്ഞത് ഇക്കത് ശരിയോ എനിക്കറിയില്ല അത് എത്രത്തോളം വർക്കാവുന്നു. കാരണം മലയാളി നമ്മൾ അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെ കുറേ ഡയലോഗ് എഴുതിയപ്പോൾ ഭയങ്കര ക്രിഞ്ചടിക്കാൻ തുടങ്ങി. ചില മോട്ടിവേഷൻ ഡയലോഗൊക്കെ വരുന്ന സമയത്ത് അത് തിയേറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഷെബിനി ആലോചിച്ചപ്പോൾ ശരിയാണ് ഷെബിനിക്ക്. അപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് പാലക്കാട് ബോർഡറിൽ നടക്കുന്ന കഥ. ഒബിയസ്ലി അവിടെ തമിഴുണ്ട്, തമിഴ് സിനിമകളുണ്ട്, ഒബിയസ്ലി തമിഴ് ഒരാൾക്ക് വരാം. അപ്പോൾ അതിലൊരു പ്രശ്നമില്ല, അത് ഓർഗാനിക്കാണ്. പിന്നെ കുറച്ചും കൂടെ ഡയലോഗ്സ് ഈസി ആവും, കുറച്ചും കൂടെ ക്യൂട്ടാവും ചില കാര്യങ്ങൾ പറയുമ്പോൾ. അങ്ങനെയാണ് തമിഴിലേക്ക് മാറാമെന്നൊരു തീരുമാനം എടുക്കുന്നത്. കാരണം തമിഴായതോടുകൂടി എനിക്ക് തമിഴ് അറിയാം. ഞാൻ തമിഴ് പ്ലേസ് ചെയ്തതിന് ശേഷമാണ് വിനയ് താണ്ടി വരവയുടെ റെഫറൻസ്. അല്ലല്ല, വിനയ് താണ്ടി വരവയൊക്കെ നേരത്തെ ഉണ്ട്, അതെല്ലാം നേരത്തെ ഉണ്ട്. വിനയ് താണ്ടി വരവയെ നേരത്തെ ഉണ്ട്. പിന്നെ വേറെ കുറേ റെഫറൻസുകൾ അതിൽ പറഞ്ഞെല്ലാം അപ്പം പാക്കല ഇപ്പം പാത്തിട്ട് അത് മലയാളത്തിലുണ്ടായിരുന്നു. അപ്പം മനസ്സിലായില്ല, ഇപ്പം മനസ്സിലായി എന്നൊക്കെയുള്ള മലയാളത്തിലായിരുന്നു. മറ്റേ ചിമ്പൂൻ്റെ ഉണ്ടല്ലോ, അപ്പപ്പുറിയല്ല ഇപ്പപ്പുറിയ, അതിനൊക്കെ മലയാളത്തിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തമിഴാക്കിയപ്പോൾ എല്ലാം പടപട സിങ്കായി. അത് കുറച്ച് എഴുതി വന്നപ്പോൾ തോന്നിയ സംഭവമാണ്. പിന്നെ ആ ഡയലോഗ്സിൻ്റെ ക്രിഞ്ച് എങ്ങനെ ഒഴിവാക്കാന്നുള്ളൊരു ഐഡിയയിൽ വന്നത് തമിഴാണ്. ഇപ്പം ഫാമിലി ഓഡിയൻസ് ഇപ്പം ഒരുപാട് വരുന്നുണ്ടല്ലോ, ഒരുപാട് കോൾസ് ഒക്കെ വന്നതിനെ പറ്റിയൊക്കെ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ ഈ വീട്ടിലേക്ക് ഉള്ള ആൾക്കാർ കുറച്ച് പേര് വിളിച്ചതായിട്ടൊക്കെ. അപ്പോൾ ഓവറോൾ റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഭയങ്കര കിടക്കുന്ന റെസ്പോൺസാണ്. എന്താ, ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ മുതൽ എന്നെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. എന്നെ മാത്രമല്ല, ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. ഞാൻ പോസ്റ്റുകൾ ഇടും, ചിലപ്പോൾ വല്ലതും വായിക്കുന്നല്ലാതെ ഞാൻ മാക്സിമം ഫോൺ ഒഴിവാക്കാൻ ശ്രമിക്കും. വർക്കിൻ്റെ കാര്യത്തിന് മാത്രമാണ്. ഇപ്പോൾ വാട്സപ്പ് ഉള്ളതുകൊണ്ടാണ് അത് മാത്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഇല്ലാണ്ടായി ഞാൻ ഫോണെ മാറ്റണം എന്നുള്ളൊരു പ്ലാൻ. എനിക്ക് കീപാഡ് ഫോൺ യൂസ് ചെയ്യാനും ബ്ലാക്ക്ബെറി അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാനാണ് എനിക്ക് ക്രേസ്. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. നോക്കിയുടെ ഒക്കെ എനിക്ക് കുറച്ച്, ഞാൻ എവിടെയെങ്കിലും പോയിട്ട് കുറേ തപ്പി കളക്ഷനൊക്കെ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ എൻ്റെ സർക്കിളിലുള്ള ഒരുപാട് ആളുകൾക്ക് മെസ്സേജ്, ഞാൻ വീട്ടിലേക്ക് ഉള്ള ഒരാളാണ്. എനിക്ക് ഫസ്റ്റ് ലുക്ക് അനൗൺസ് ചെയ്ത സമയത്ത് അക്ഷയ്ക്കൊരു മെസ്സേജ് വന്നു, ഒരു പുള്ളിക്കാരൻ വീട്ടിലേക്കുള്ള ഒരാളാണ്, അപ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര സാഹചര്യം മോശമായിട്ട് പുള്ളി ഏതോ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുക, നിങ്ങളുടെ പടം അനൗൺസ് ചെയ്തപ്പോൾ ഭയങ്കര രസം തോന്നി. അത് മെസ്സേജ് കണ്ടിട്ട് പുള്ളി കറക്റ്റാണെന്ന് പറയണത് കാണിക്കാൻ വേണ്ടി പുള്ളിൻ്റെ ഫോട്ടോസൊക്കെ, കയ്യിൻ്റെ ഫോട്ടോസ്, ഫേസിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു തന്നു. അവളെനിക്ക് കാണിച്ചു തന്നു ഇങ്ങനെ സംഭവം. അപ്പോൾ എനിക്ക് ഭയങ്കര, അതായത് നമ്മളൊരു ഫസ്റ്റ് ലുക്കേ വിട്ടിട്ടുള്ളൂ എങ്കിൽ കൂടി അത് അയാളിൽ കിട്ടിയാണ്. പിന്നെ ഭയങ്കര ഇമോഷണലായൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ പടം റിലീസായി, അപ്പോൾ എല്ലാവരും കരയുന്നുണ്ട്, എനിക്ക് മാത്രം ഫീലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നത്. എല്ലാവരും കരയുന്നുണ്ട്, രേവതി കരയുന്നു, അക്ഷയ് കരയുന്നു, അച്ചു ഭയങ്കര വിഷമം, എല്ലാവർക്കും വിഷമമുണ്ട്. ഇമോഷണലി ആളുകൾ കണക്റ്റായിട്ട് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ അതിൻ്റെ സ്ട്രഗിളും ഉണ്ട് അതിൽ. അന്ന് ഞാൻ ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് എന്നൊരു പയ്യൻ ഫോൺ വിളിച്ചു, തൃശ്ശൂരിൽ നിന്നൊരു പയ്യൻ ഫോൺ വിളിച്ചു, ചേട്ടാ പേര് ഡാനി എന്ന് പറഞ്ഞു, ചേട്ടാ എൻ്റെ കഥ എന്തിനാ ചേട്ടാ എടുത്ത് വെച്ച് കൊണ്ട്, ചേട്ടാ ഞാൻ ഓട്ടോക്കാരനാ ചേട്ടാ, ഞാൻ എൻ്റെ പെങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ചേട്ടാ, എൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ ചേട്ടാ, അങ്ങനെ ഒരുപാട് സീനുകൾ കണക്ട് ചെയ്തിട്ട് പുള്ളി ഒരു 10-15 മിനിറ്റ് ഇരുന്ന് പുള്ളി ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ മൊമെൻറ്റും ഭയങ്കര, ഞാൻ ചെയ്തു വെച്ചൊരു ആർട്ട് എവിടെയോ കിടക്കുന്ന ഒരു പയ്യൻ അയാൾക്ക് കണക്റ്റായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ബെൻസൈറ എന്ന് പറയുന്നൊരു വീട്ടിലേക്കോ മോഡല് പടം കണ്ടിറങ്ങി ഭയങ്കര ഇമോഷണലായിട്ട് തന്നെ സംസാരിച്ചു. പക്ഷെ വീട്ടിലേക്കുള്ള ആളുകൾ മാത്രമല്ല, ഇപ്പോൾ പല സിനിമയിലേക്ക് സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ആളുകൾ എന്നോട് സംസാരിച്ചു, സിനിമ അല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ കുറേ സംസാരിച്ചു. പിന്നെ കോഴിക്കോട് ഞങ്ങൾ തിയേറ്റർ വിസിറ്റിന് പോയ സമയത്ത് കുറച്ച് കുടുംബശ്രീ ചേച്ചിമാർ വന്നിട്ട്, മോനെ നല്ല പടം, മോൻ്റെ ആദ്യത്തെ പടം, അതായത് എന്നെ അറിയൊന്നുമില്ല, മോൻ്റെ ആദ്യത്തെ പടമാണോ, അല്ല എൻ്റെ 3ാമത്തെ പടമാണോ, നല്ല പടം എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ തന്നു. ഏറ്റവും വലിയ മൊമെൻറ്റ് സംഭവിച്ചത്, സിനിമ കഴിഞ്ഞ് എൻ്റെ പേര് എഴുതി കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന എൻ്റെ അച്ഛൻ ആദ്യമായിട്ട് എനിക്ക് കൈ തന്നു. എൻ്റെ ഫസ്റ്റ് സിനിമയ്ക്കും സെക്കൻഡ് സിനിമയ്ക്കൊന്നും കിട്ടിയിട്ടില്ല, ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴൊന്നും കിട്ടിയില്ല. പക്ഷെ അച്ഛൻ കളിക്കണം അതുകൊണ്ടൊരു കൈ തന്നു. അത് ഭയങ്കര അടിപൊളി മൊമെൻ്റ് ആയിരുന്നു. പിന്നെ എല്ലാവരും, എൻ്റെ ടീം ഫുള്ള് ഹാപ്പിയാണ്, പിന്നെ ഓഡിയൻസും കൂടെ ഹാപ്പി ആകുമ്പോൾ
എനിക്കിപ്പോൾ എന്താ പറയുക, ഞാൻ വിഷമത്തിലാണെന്ന് ചോദിച്ചാൽ ആണ്, സന്തോഷത്തിലാണെന്ന് ചോദിച്ചാൽ ആണ്, അങ്ങനെ ഒരു ഫീലിങ്ങിൽ നിൽക്കുക. രണ്ടിൻ്റെ എക്സ്ട്രീം ആയത് ഞാനിപ്പോൾ എല്ലാവരും റിസീവ് ചെയ്യുക, അവൻ്റെ ഇതെല്ലാം കേൾക്കാൻ ഞാൻ ശ്രമിക്കുക. ഞാൻ ഒന്നും എനിക്ക് അങ്ങോട്ട് എന്താ പറയുക, ഞാൻ മാക്സിമം ഞാൻ നന്ദി പറയുന്നുണ്ട്, അല്ലാണ്ട് ഞാൻ മാക്സിമം റിസീവ് ചെയ്യാനുള്ള ലെവലിലേക്ക് മാക്സിമം വരട്ടെ. ഇപ്പം ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഇരിക്കുമ്പോൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ കരഞ്ഞും കൊണ്ടാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ കരഞ്ഞു പോയി ലിറ്ററലി, പക്ഷേ കണ്ണാടി വെച്ചുകൊണ്ട് അറിയത്തില്ലായിരുന്നു. അതൊക്കെ അങ്ങനെ കുറേ മൊമെൻറ്റുകൾ എനിക്ക് ഭയങ്കര, അതൊക്കെ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ കിട്ടുന്നത്. ഇപ്പോൾ പല പടങ്ങളും കണ്ടിട്ട് കോമഡി ഉണ്ട്, ഫണ്ടുണ്ട്, അടിപൊളി എന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനൊരു ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറേ ആളുകൾ സിനിമയുടെ ഫണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ ഫണ്ട് നല്ലതായിരുന്നു, ഈ ഫണ്ട് നല്ല രസമുണ്ടായിരുന്നു, അങ്ങനെ ഇമോഷണലാക്കി തന്നെ. അല്ല, എനിക്കും പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. പിന്നെ ഇതിൽ ചോദിക്കണം എന്നുള്ള ഈ ഒരു ക്യാരക്ടറിന് സിനിമ എന്നുള്ളൊരു പാഷൻ, അത് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു ആഗ്രഹത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ആൾ സ്ട്രഗിൾ ചെയ്തു ഈ ഒരു പ്രശ്നം കാരണം, പിന്നെ ക്യാമറ ഫേസ് ചെയ്യാനായിട്ടുള്ള പേടി. പക്ഷെ വീണ്ടും ഒരു ആക്ടർ ഓറിയൻറ്റഡ് എന്നുള്ള രീതിയിലേക്ക് ക്യാരക്ടറിനെ കൊണ്ടുപോകാനുള്ള ആ ഒരു മോട്ടീവ് എന്തായിരുന്നു? അതിൻ്റെ മോട്ടീവ്, അതായത് ഫോട്ടോ എടുക്കാൻ പേടിയുള്ള ഒരാൾ, ഫോട്ടോ എന്ന് പറയുന്നൊരു ഫ്രെയിമാണ്. ആ ഫ്രെയിമിൻ്റെ എക്സ്ട്രീം എന്ന് പറയുന്നത് ഒരു വീഡിയോ, ഐ മീൻ 24 ഫ്രെയിംസ് ഒരു സെക്കൻഡ് വീഡിയോ. അതെന്താ മാക്സിമം ഇതിൽ വരിക, അത് സിനിമ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പേടിയുള്ള ഒരാൾക്ക് സിനിമ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഹൈ. ഒരു ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പേടിയുള്ള ഒരാൾ സിനിമ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് സിനിമ വെച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളിലാണ് എനിക്ക് പറയാൻ ഞാൻ സ്ട്രോങ്ങറായിട്ട് എപ്പോഴും ഫീൽ ചെയ്യും. ഞാൻ അതിലാണ് സ്ട്രോങ്. എനിക്കറിയാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ അറിയില്ല, എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ സിനിമയ്ക്ക് വന്ന സമയം തൊട്ട് സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു, ഞാൻ കേൾക്കുന്നവരുടെ കാര്യങ്ങൾ പറയാമെന്ന് എനിക്ക് തോന്നി. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ബില്ല് ചെയ്തിട്ടുണ്ട്, സെയിൽസിലുണ്ട്, പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ട് നടന്നിട്ടുണ്ട്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പറഞ്ഞാൽ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമല്ലോ, മറ്റേ IT ഫീൽഡിൽ. അപ്പോൾ പിന്നെ വീട്ടിലൊക്കെ പോയിട്ട് അന്വേഷിച്ച് നമ്മൾ എഴുതി കൊടുക്കണം. അങ്ങനെ എല്ലാ ജോലിക്കും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചകളുണ്ട്, പ്ലസ് അപ്പു കണ്ട കാഴ്ചകളുണ്ട്. അപ്പുവിൻ്റെ ചുറ്റുപാട് നിന്നുണ്ടാക്കിയ അപ്പുവിൻ്റെ നാട്ടിലെ സിനിമാ കമ്പം, ഇപ്പോൾ പാലക്കാടിലെ സിനിമാ കമ്പം. അപ്പോൾ അതിന്നൊക്കെയാണ് നമ്മൾ ഇൻസ്പയർ ചെയ്ത് എഴുതിയത്. ചോദ്യം എന്താ ചോദിച്ചാൽ ഞാൻ മറന്നുപോയി. ഈ ഒരു ക്യാരക്ടറിനെ ആക്ടിങ് അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ സിനിമയിലേക്ക് വന്നാലേ, ഒരു ഫോട്ടോ എടുക്കാൻ പേടിയുള്ള ആൾ സിനിമയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുത്തിൻ്റെ കൂടെയാണല്ലോ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും ഹൈ ആയിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്തൊക്കെയാണ് അവിടുത്തെ ലുക്കും ഫീലും എല്ലാം അവിടുത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അവിടേക്ക് അയാൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നതാണ് ഏറ്റവും ഒരു ഡ്രൈവ് ഫാക്ടർ ഉള്ളൂ. ഇല്ലെങ്കിൽ അതിലൊരു ഡ്രൈവ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് സിനിമയിലേക്ക് പ്ലേസ് ചെയ്തത്. പിന്നെ ഇതിൽ എനിക്ക് കണ്ടപ്പോൾ തോന്നി, ഈ കളിയാക്കലിന് തന്നെ 2 വിധങ്ങളുണ്ട്. ഒന്ന് നല്ല രീതിയിലുള്ളതും മോശം രീതിയിലുള്ളതും. ഇപ്പോൾ ഈ ജ്യോതിഷ് എന്ന കഥാപാത്രത്തെ പാൻഡ എന്ന് വിളിക്കുന്നു, അതുപോലെ തന്നെ മനോജ് മോസസ് അവതരിപ്പിച്ച ക്യാരക്ടറിനെ മിന്നൽ എന്ന് വിളിക്കുന്നുണ്ട്. അതിൽ തന്നെ ആ ഡയലോഗ്സിലൂടെ തന്നെ അത് പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്, നീ അത്രയും വേഗത്തിൽ ഓടുന്നുണ്ട്, അതൊരു കോംപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് രണ്ടും, ഈ 2 പെർസ്പെക്റ്റീവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ആ 2 തരത്തിലുള്ള കളിയാക്കലും ഫേസ് ചെയ്തത് തന്നെ. അതെ, ഒരു കഥ പറയുമ്പോൾ അതിൻ്റെ എല്ലാ ഏരിയയും ടച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തിനെങ്കിലും ബേസ് ചെയ്തിട്ടൊരു കഥ പറയുന്നു, ഒരു നാടിനെ കുറിച്ച് ബേസ് ചെയ്യുമ്പോൾ ആ നാട്ടുകാരെ കുറിച്ച് പറയണം, നാട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയണം, വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ അതിനകത്തുള്ള ആളുകളെ കുറിച്ച് എല്ലാം പറയണം. അപ്പോൾ കളിയാക്കലുകളെ കുറിച്ച് പറയുമ്പോൾ കളിയാക്കലുകളുടെ എല്ലാ വശങ്ങളും പറയണമല്ലോ. അങ്ങനെയുള്ളൊരു സ്ക്രിപ്റ്റ് എഴുതേണ്ടത്. അപ്പം ഞങ്ങൾ എപ്പോഴും ഞാനും ഒപ്പം കൂടെ ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു, സച്ചിനെ ലിറ്റിൽ മാസ്റ്റർ എന്നാണ് അങ്ങനെ എന്തോ ഒരു പേര് വിളിക്കുക. അപ്പോൾ അത് പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു കുള എന്ന് വിളിക്കുമ്പോൾ അത് പ്രശ്നമാണ് അയാൾക്ക്. ഇത് രണ്ടിനും വ്യത്യാസമുണ്ട്. പക്ഷേ ഇത് നമ്മളങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ പാടില്ല. ഐ മീൻ സിനിമയിൽ കൂടെ അങ്ങനെ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇത് ഇങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ക്ലാസ് എടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത് ഒരു സിറ്റുവേഷനിൽ അത് വന്ന് പോട്ടെ, അത് ഓർഗാനിക്കലി വരട്ടെ എന്നുള്ള. അപ്പോൾ ആ സീനൊക്കെ ആക്ച്വലി ഞങ്ങൾ വലിയ വർക്ക് ചെയ്ത് എഴുതി, ഐ മീൻ അതൊന്നും അങ്ങനെ അപ്ഡേറ്റ്, അതൊക്കെ നേരത്തെ തന്നെയുള്ള ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്ന പരിപാടികളാണ്. ഞങ്ങൾ അതിലേക്ക് ഷേപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. കാരണം പിന്നെ തല്ല് പിരിച്ചു വിടാൻ വെള്ളം കോരി ഒഴിക്കണ്ടല്ലോ, അതൊക്കെയായിരുന്നു അപ്ഡേറ്റ് ചെയ്ത് വന്ന സാധനങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് ഓർഗാനിക്കലി വരണം എന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും വേണം. പിന്നെ ഇതെന്തുകൊണ്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരു കണ്ടന്റ് എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പറയണം. അത് മാക്സിമം ശ്രമിക്കുക കണ്ടന്റ് വൈസ്. അത് എങ്ങനെ പറയണം എന്നുള്ളത് ആ സീനാണ്
അതുകൊണ്ടാണ് അത് വെച്ചത്. ഓക്കെ. ഇപ്പം ഈ തിയേറ്റർ റിലീസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സിനിമയാണ്, അല്ലാതെ മൂന്നാമത്തെ സിനിമ. അപ്പം ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ സിനിമ വളരെ ക്രൂഷ്യലാണെന്ന് പറയാറുണ്ട്. ആദ്യത്തെ സിനിമ നമ്മൾ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് സ്ഥാനം ഉറപ്പിച്ചു, രണ്ടാമത്തേത് വളരെ ക്രൂഷ്യൽ ആയിരിക്കുമല്ലോ. അഖിലിനെ സംബന്ധിച്ച് ഈ രണ്ടാമത്തെ സിനിമ അതിൻ്റെ ആ ഒരു ടെൻഷനും അതൊക്കെ ഉണ്ടായിരുന്നോ? ടെൻഷൻ നല്ലപോലെ ഉണ്ടായിരുന്നു. ഇനി സിനിമ ചെയ്യുമ്പോഴും ടെൻഷൻ ഉണ്ട്. കാരണം ഈ സിനിമ ചെയ്യുമ്പോഴും രണ്ടാമത്തെ സിനിമ എന്നുള്ളതിനെക്കാട്ടിയും ഈ സിനിമ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സിനിമേൻ്റെ പേരിൽ അറിയപ്പെടുന്നു, അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അടുത്ത സിനിമേൻ്റെ പേരിൽ അറിയാം, ചിലപ്പോൾ അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് അത് മോശമായി പോയി കഴിഞ്ഞാൽ അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോഴും ഇതേ പ്രശ്നം. എല്ലാ സിനിമയും എൻ്റെ ആദ്യത്തെ അവസാനത്തെ സിനിമയാണ്. എൻ്റെ ആദ്യത്തെ സിനിമ എൻ്റെ അവസാന സിനിമ. ചിലപ്പോൾ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ആ മൈൻഡ് സെറ്റിലാണ് എല്ലാ സിനിമകളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അർച്ചന അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്തത്. കാരണം ഇപ്പോൾ ഷൂട്ടിൻ്റെ സമയത്ത് ഓരോ ദിവസവും നമ്മൾ എന്താ പറയുക ട്രൈ ചെയ്യുന്നത് മാക്സിമം സീൻ ഭംഗിയാക്കാനും എല്ലാം ചെയ്യാനും വേണ്ടിയിട്ടാണ്. പക്ഷേ ചില സമയത്ത് സാഹചര്യങ്ങൾ മോശമാവാം, സിറ്റുവേഷൻസ് മോശമാവാം. എന്താണ് ഇപ്പോൾ കൊറോണ ആയിരുന്നു അന്നത്തെ ഏറ്റവും വലിയ വില്ലൻ, അതും ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ സിനിമ ചെയ്യുമ്പോഴും ഇതേ ടെൻഷനും പ്രശ്നവും എല്ലാം ഉണ്ട്. ഇത് കൂടുന്നു എന്നല്ലാതെ ഇത് കുറയുന്നില്ല. സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഇതേ ടെൻഷനാണ്. കാരണം ഇപ്പം ഞാനിവിടെ ഒരാളിനെ ഉള്ള ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് തെറ്റാണോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇത് കറക്റ്റായോ എന്നൊരു പേടിയുണ്ട്. അപ്പോൾ ആലോചിച്ച് ഇത് എഴുതുമ്പോഴുള്ള ടെൻഷൻ എവിടെയെങ്കിലും റോങ് ആയാൽ, കാരണം ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി ഞാൻ കാരണം ഒരാൾക്ക് ഉണ്ടാവുന്ന വിഷമം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളൊരാളിൽ ഇപ്പോൾ ഞാൻ തെറ്റ് ചെയ്തു അയാളുടെ അടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ മായുമായിരിക്കും, മായില്ലായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു വേർഡ് ഞാനത് കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ഞാനതിൽ എന്താ പറയുക, ഞാനത് കറക്റ്റായിട്ടാണ് പറഞ്ഞതെന്നൊരു റെഫറൻസ് ആയിട്ടാണ് ഞാനത് പറഞ്ഞതെന്നൊരു ബോധ്യമുണ്ട്. പക്ഷെ അതല്ലാതെ വരുമ്പോൾ അയാളെ ബാധിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ അടുത്ത സിനിമ ചെയ്യുമ്പോഴും ഉണ്ട്. അടുത്ത സിനിമ ചെയ്യുമ്പോഴും ഞാനിപ്പോൾ ചെയ്തു വെച്ച 3 സിനിമകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കപ്പെടണം അടുത്ത സിനിമയിൽ. അപ്പോൾ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ തമാശയ്ക്ക് പോലും അല്ലെങ്കിൽ ചുമ്മാ ഒരു സീനിൽ പോലും അനാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ടെൻഷൻ ഉണ്ട്. നമ്മൾ എഴുത്തിലാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. കാരണം എഴുത്ത് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അടുത്തതെല്ലാം ഓക്കെ സ്ട്രോങ് ആയിട്ട് പോകുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിന് എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് പഠിച്ചൊരു പാഠം ബേസ്മെന്റ് ഒക്കെ ആക്കുക എന്നുള്ളതാണ്. അതിലാണ് അവിടെ നമ്മൾ പടുത്തെടുത്താനും പറ്റും. കാരണം എന്താ പറയുക, എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ അതിൽ പണിയാൻ പറ്റത്തുള്ളൂ. ഒരു ഐറ്റം ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ആരും ഒന്നും ഇൻപുട്ട് ഇട്ട ഒരു കാര്യമില്ല. കയ്യിൽ ഐറ്റം വേണം, എഴുത്ത് വേണം. നേരത്തെ അഖിലിങ്ങനെ അഭിനയത്തിനോട് പാഷൻ തോന്നിയിട്ട് അവിടുന്ന് പിന്നെ ഡയറക്ഷൻ എന്നതിലേക്ക് തിരിഞ്ഞതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വായിച്ചായിരുന്നു ഒരുപാട് പേര് കളിയാക്കിയപ്പം തിരിച്ച് പിന്നെ അവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി കളിയാക്കുന്ന സ്റ്റേജിലേക്ക് എത്തിയെന്ന്. അത് ആ ഒരു ഇൻസിഡന്റ് എന്തായിരുന്നു ശരിക്കും? അത് ഞാൻ ആക്ച്വലി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര എന്താ പറയുക, ഞാൻ എല്ലാവരുടെ ഇടയിലും ഭയങ്കര ആക്റ്റീവ് ആണെങ്കിലും എനിക്ക് എല്ലാത്തിനോടും പേടിയാണ്. എനിക്കൊരു പടക്കം പൊട്ടുന്നത് പേടിയാണ്. എനിക്ക് ശരിക്കും ഞാൻ പടക്കം പൊട്ടുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും വിഷുവിന് കൈ നിട്ടൊക്കെ വാങ്ങിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. സൗണ്ടിനോട് എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഹൊറർ ഫിലിംസോ അങ്ങനെയൊന്നും കാണാനുള്ള അങ്ങനത്തെ ധൈര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടുകാരെ പറ്റിച്ച് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാനുള്ള ധൈര്യമൊന്നും കുറച്ച് ടൈം വരെ എൻ്റെ സ്കൂൾ ലൈഫ് വരെ. അതിന് 2-3 റീസൺസ് എന്ന് വെച്ചാൽ എൻ്റെ മുടിയൊക്കെ മുള്ളു പോലെയായിരുന്നു. നീണ്ട മുടിയാണ്. അതായത് എൻ്റെ അമ്മ ഒന്ന് നീണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പോയി മുട്ടക്കുറവ് പഠിക്കും. അതായത് മറ്റേ മുട്ട അടിച്ച് പറ്റ വെട്ടും. അമ്മ അങ്ങനെ എപ്പോഴും ഇത്ര സെൻറ്റിമീറ്റർ നീളം വന്നു കഴിഞ്ഞാൽ അപ്പം കൊണ്ടുപോയി വെട്ടും. ഞാൻ പറയും വേണ്ട, മുടി വളർന്നാലല്ലേ ഇതൊന്നും താഴത്തുള്ളൂ. എനിക്ക് കൊണ്ടൊരു 10ാം ക്ലാസ് വരെ എൻ്റെ അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പല്ലും കൂടെ ഇങ്ങനെ ആയ സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോന്ത്രമ്പല്ല, മുള്ള അങ്ങനെയൊക്കെ വിളിക്കുക. ഇത് കളിയാക്കൽ കൂടി ഒരു പീക്കിലേക്കൊക്കെ എത്തും ചില സമയത്ത് എന്താണ് നമ്മളെ അനാവശ്യമായിട്ട് തല്ലുക, അങ്ങനത്തെ ഒരു പീക്ക് മൊമെൻറ്റിലേക്ക് എത്തും. നമുക്കത് തിരിച്ച് തല്ലാനുള്ള ധൈര്യമൊന്നും ഇല്ല. നമുക്ക് ഒരാളെ അങ്ങനെ തിരിച്ച് വാടാ നീ എന്നെ വന്ന് തല്ലണം അങ്ങനെ പറയുന്ന ധൈര്യം. ഞാനിപ്പോൾ കരഞ്ഞ് പ്രിൻസിപ്പാളിനടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞു, എന്നെ അങ്ങനെ ഒരു പയ്യൻ എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കണം മാം, എന്തോ ഒരു CD-ൻ്റെ പേരിലുണ്ടായ ഒരു വഴക്കാണ്. ബോഡി ഷേമിംഗ് എന്നുള്ള ആ സാധനമൊന്നും ഇല്ല. എന്നെങ്ങനെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കണു എന്നാണ് ഞാൻ പറയുന്നത്. ഞാനും അവനെ തിരിച്ച് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം
എന്നെ ബുള്ളി ചെയ്യുന്നവനെ ഞാൻ ബുള്ളി ഇല്ല എന്നെങ്കിൽ എന്നെക്കാട്ടി ആക്റ്റീവ് അല്ലാത്തൊരുത്തന്നെ ഞാൻ ബുള്ളി ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ആ സമയത്തും. ഞാൻ പോയിട്ട് മാമിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, മാം പറഞ്ഞു നീ ഒരാണല്ലേ, നീ ഇതിന് കരയുന്നു, നാണല്ലോ, കണ്ണു വരയ്ക്കുക, പിള്ളേരല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് എന്തായി വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് കളിയാക്കാൻ തുടങ്ങി. എന്നെ കളിയാക്കി ഞാൻ തിരിച്ചും കളിയാക്കും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് പിന്നെ ഒരു +2 ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ധൈര്യവും പരിപാടികളൊക്കെ അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഒരു ധൈര്യത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ കോളേജ് അപ്പോൾ +2 കഴിഞ്ഞ് ഞാൻ ഡ്രാമയൊക്കെ ചെയ്യുമായിരുന്നു സ്കൂളിൽ. അപ്പോൾ വിവേക് ചന്ദ്രൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് അവനാണ് ഈ ഫസ്റ്റ് സിനിമാ കമ്പോ ആരംഭിക്കുന്നത്, നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അവൻ ഇങ്ങനെ ഞാൻ ക്യാമറ എടുത്തിട്ട് എന്നെയും ദിലീപ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന് രാവിലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പം ഞാൻ അതിൽ കോമഡി റോള്, വില്ലൻ റോള് ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിഷ്ടമായി ചെയ്യാൻ. 10-13 ഷോർട്ട് ഫിലിംസ് അങ്ങനെ ചെയ്യും. ഞാൻ ചില 2 ഷോർട്ട് ഫിലിമൊക്കെ ഡയറക്റ്റൊക്കെ ചെയ്തു. കാരണം ഞാൻ IT ആയിരുന്നു ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ സ്പീക്കേഴ്സ്, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, പിന്നെ ഈ മാഡ് എന്നൊക്കെ ഓരോ പരിപാടിയുണ്ട്, പോകുമല്ലോ. അതേപോലെ യൂട്യൂബിൽ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ഗിംബലൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, ഗിംബല്ല ഷോൾഡർ റിഗൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുക. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇരുന്ന് ഉണ്ടാക്കും. എൻ്റെ അച്ഛൻ അന്നൊക്കെ ഒരു കാർപ്പൻറ്ററും കൂടെയാണ്. അപ്പോൾ എനിക്ക് അറിയാം ടൂൾസ് കാര്യങ്ങൾ, ഇതൊക്കെ വെച്ച് ഞാൻ തന്നെ ക്യാമറ റിഗൊക്കെ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. നേരമൊക്കെ കണ്ടിട്ട് ആ ഓട്ടോ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് വെച്ചിട്ട് അതുപോലെ ഞാൻ റിഗിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് കോളേജിലേക്ക് എത്തുന്നത്. പക്ഷെ അപ്പോഴും ഡയറക്ഷൻ എന്നുള്ള മൈൻഡില്ല. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ചുമ്മാ എനിക്കൊരു പണിയില്ലാതിരിക്കുന്ന. കോളേജിൽ പോയി ഫസ്റ്റ് ഡേ എൻ്റെ അടുത്ത് ഒരു മെയിൻ ചോടി ചോദിച്ചു, എല്ലാവരും വിളിക്കും ഫ്രണ്ടിലേക്ക്, എല്ലാവരും പരിചയപ്പെടും. അപ്പോൾ എൻ്റെ പേര് അഖിൽ, ഇവിടുന്ന് വരുന്നു, ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ എനിക്ക് ചോദിച്ചു എന്താ അംബീഷൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടുപോയി. എനിക്ക് ആക്ടർ ആവാന്നുള്ളതാണ് അംബീഷൻ. പക്ഷെ ഇത് പറഞ്ഞാൽ കളിയാക്കൽ കിട്ടുന്നു എനിക്ക് ഉറപ്പാണ്. കാരണം അന്നത്തെ എൻ്റെ വിചാരം അതാ, എൻ്റെ ലുക്കൊന്നും മാച്ചല്ല എന്നുള്ള പരിപാടിയില്ല. പിന്നെ അന്ന് നോക്കുമ്പോൾ അങ്ങനത്തെ ആർട്ടിസ്റ്റുകളും ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നതെല്ലാം വിജയ്, സൂര്യ, ചിമ്പു അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡയറക്ടറാവും. അപ്പോൾ കളിയാക്കൽ കിട്ടണമെന്ന് എനിക്ക് ഡയറക്ടർ അപ്പോൾ സാറ് ഡയറക്ടർ ആവും. കാരണം എല്ലാവരും വേറെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എൻ്റെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. അന്നും അങ്ങനെയാണ്. അതായത് ആ ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് ഞാൻ ഡയറക്ടറാവുന്നു. എൻ്റെ ഇൻസെക്യൂരിറ്റിയിൽ ഞാൻ ഡയറക്ടറായി. അന്ന് പിന്നെ ഡയറക്ടർ എന്ന് പറഞ്ഞതോടുകൂടി എല്ലാവരും എന്തായി ഷോർട്ട് ഫിലിം, നമുക്ക് ഷോർട്ട് ഫിലിം ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഷോർട്ട് ഫിലിംസിലേക്ക് വരുന്നത്. അതായത് ഇൻസെക്യൂരിറ്റീസ് സ്റ്റാർട്ട് ചെയ്ത് ഇൻസെക്യൂരിറ്റീസിൻ്റെ ഒരു സിനിമ എടുത്തു. അവിടെ നിന്ന് ഒരു റിയലൈസേഷൻ വന്നില്ലേ തിരിച്ച ആൾക്കാരെ ബുള്ളി ചെയ്യാൻ പാടില്ല എന്നുള്ള? അത് എപ്പോഴായിരുന്നു വന്നത്? അത് ഈ ഒരു പോയിൻ്റൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ തുടക്കം ഇപ്പോൾ കോളേജൊക്കെ പഠിക്കുന്ന നമ്മൾ ഒബിയസ്ലി മെയിൻ ഷോവിനിസം അങ്ങനെ എല്ലാ പരിപാടികളിലും ഞാൻ എപ്പോഴും മെല്ലെ മെല്ലെയാണ് പ്രോഗ്രഷൻ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് അത് തന്നെ ഉണ്ടായിരിക്കുകയാണ്. എൻ്റെ ചുറ്റിലുള്ള ആളുകൾ മാറുന്നതുകൊണ്ട് ഉണ്ടായിരിക്കുക. ഇപ്പം എൻ്റെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇപ്പോൾ ഏതെങ്കിലും ഒരു എന്താണ് ഹസ്ബൻഡ് ഒരു വൈഫിൻ്റെ പിന്നാലെ നടന്നു പോയാൽ തന്നെ കളിയാക്കും. അവളുടെ പിന്നാലെ നടന്ന് ഞാനും കളിയാക്കിയിട്ടുണ്ട് ആ നാട്ടിലിരിക്കുന്ന സമയങ്ങളിൽ. അത് നമ്മുടെ ചുറ്റുപാട് അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നല്ല ജോലി എന്താ, ഒരു ഓട്ടോക്കാരനെ കല്യാണം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ പറയുന്നു എന്തെങ്കിലും ഓട്ടോക്കാരനെ കെട്ടി. എൻ്റെ നാട്ടുകാർ മാത്രമല്ല പൊതുവേ ഞാൻ കണ്ട ആംബിയൻസിലും. ഇപ്പം എൻ്റെ കോളേജിൽ വരെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു കറുത്ത പയ്യൻ്റെ കൂടെ ഒരു പെങ്കുച്ച് സെറ്റായി കഴിഞ്ഞാൽ എടാ അവനൊക്കെ സെറ്റായി പിന്നെന്തിന് അങ്ങനെ പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് എൻ്റെ ചുറ്റുപാടും മാറി ഞാൻ കൊച്ചിയിലേക്കൊക്കെ എത്തി. പിന്നെ ഇപ്പം ജിയോ ചാനലിൻ്റെ സിനിമകൾ വരുന്നു, ഗേറ്റ് നീങ്കിച്ചെന്ന് പറഞ്ഞ സിനിമകൾ വരുന്നു, സിനിമകൾ മാറി തുടങ്ങുന്നു. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് പോലൊരു സിനിമ വരുന്നു, അതിലിപ്പോൾ വിനായകൻ ചേട്ടൻ്റെ ലുക്കില്ലേന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇത് വേറൊരു പരിപാടിയാണല്ലോ. അപ്പോൾ ഈ സിനിമകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങുന്നു മെല്ലെ മെല്ലെ. പിന്നെ കൊറോണ വന്നതോടുകൂടി നമ്മൾ സിനിമകൾ കാണുന്നത് കുറച്ചുകൂടെ കൂടുന്നു. നമ്മുടെ സർക്കിളിൽ ചർച്ചകൾ കൂടുന്നു, ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ വരുന്നു, ആളുകൾ സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അതിന്നൊക്കെ മാറ്റം ഉണ്ടായി തുടങ്ങി. ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചിലപ്പോൾ എൻ്റെ നാട്ടിലും അല്ലെങ്കിൽ അല്ലാതെ തന്നെ നാട്ടിലിരിക്കുന്നതല്ല, ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ നടന്നാൽ തന്നെ എന്നിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ മീറ്റ് ചെയ്ത സ്ത്രീകൾ, എൻ്റെ ഫ്രണ്ട്സ്, ആ സർക്കിൾ മാറുന്നതോടുകൂടി ഇതിൽ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു 10-18 വയസ്സിലുള്ള സർക്കിളല്ല എൻ്റെ ഇപ്പോഴത്തെ സർക്കിൾ. എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണ്. പിന്നെ ഒബിയസ്ലി എൻ്റെ ലൈഫിലേക്ക് വന്ന അക്ഷയ എന്ന് പറയുന്ന ആൾ എന്നിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരാളാണ്. കാരണം ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരുടെ അടുത്ത് നിന്ന് മാറുന്നൊരു സമയം വരും. 10-25 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളിലേക്ക് നമ്മൾ എടുക്കുന്നു.
വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് എല്ലാം റോങ് ആണെന്നൊന്നല്ല ഞാൻ പറയുന്നത്. വീട്ടിൽ നിന്ന് നല്ല നല്ല കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അവർ വളർന്ന ചുറ്റുപാടും അങ്ങനെയാണ്. അത് അവരുടെ തെറ്റല്ല. അപ്പോൾ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കടത്തിനെക്കുറിച്ചും അല്ലാത്ത കാര്യങ്ങളും നമ്മൾ എങ്ങനെ ഏൺ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അക്ഷരയ്ക്ക് വരുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ എൻ്റെ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് എല്ലാം പറഞ്ഞു തരും. ഇത് ഇങ്ങനെയല്ല, ഇത് അങ്ങനെ പറയരുത്. അക്ഷയ മാത്രമല്ല, ഇപ്പോൾ ഞാൻ എൻ്റെ അസിസ്റ്റൻസിൻ്റെ ആയിട്ട് നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച്. ഋഷി, ബിമൽ, അജയ്, അപ്പു റൈറ്റർ, അവരുടെ സൈഡിൽ നിന്ന് എല്ലാവരുടെ ഒന്നും ഞാൻ ദിവസം പഠിക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമായിരിക്കും. ഈ ചോദ്യം എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഞാൻ മീറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് കിട്ടും. അതാണ് എൻ്റെ ചുറ്റുപാടുകൾ മാറി തുടങ്ങിയപ്പോൾ ഞാനും മാറാൻ തുടങ്ങി. അതിൻ്റെ ഒപ്പം ചുറ്റുപാടാണ് നമ്മളെ എടുക്കുന്നത്. ആംബിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരു സിനിമ വർക്കാണെങ്കിൽ പോലും അതിൻ്റെ ആംബിയൻസ് കറക്റ്റ് ആയിരിക്കണം. അത് ഏത് സ്ഥലത്ത് വരുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. എന്നാൽ അത് അവരുടെ കുറ്റമല്ല. ഞാൻ ഇന്നൊരു നാടിനെ കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം അവിടെ അവർക്ക് മുമ്പുള്ള ആളുകൾ അതുപോലെയായിരുന്നു. പക്ഷെ അവരെക്കാട്ടി ബെറ്ററാണ് ഇപ്പോഴുള്ള ആളുകൾ. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അഖിലിൻ്റെ ജീവിതം ഒരു സിനിമയാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പേര് വരുന്നത്? തലവര തന്നെ ആയിരിക്കുമോ? അങ്ങനെയൊന്നും ആലോചിച്ചില്ല. എൻ്റെ ജീവിതം ഭയങ്കര കോമഡിയാണ്. എൻ്റെ ജീവിതം ഭയങ്കര സിനിമാറ്റിക്കാണ് എപ്പോഴും. ലൈഫ് എപ്പോഴും സിനിമാറ്റിക്. ഇപ്പം ഇതിൽ തൃശ്ശൂർ പോകുന്നൊരു സീനുണ്ട്, ബെസ്റ്റ് ഓഫ് ലക്ക്. അതായത് ഞാൻ പണ്ടൊരു ഷോർട്ട് ഫിലിം അടിയെന്ന് കൊണ്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം എൻ്റെ ഒരു കോൺഫിഡൻസ് എന്താ വെച്ചാൽ എൻ്റെ കോളേജ് എനിക്ക് കിട്ടും. കാരണം കോളേജിൽ ഷൂട്ട് ചെയ്യാൻ ഞാൻ പഠിക്കുന്ന കോളേജല്ലേ. പക്ഷെ ഇവർ കഥ കേട്ടിട്ട് തരുന്നില്ല. ഇല്ല, ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോളേജ് ഫുൾ അടിയാണെന്ന് പരക്കും. കോളേജ് തന്നില്ല. അതിൻ്റെ കിളി പോയി. കാരണം എന്താ വെച്ചാൽ എനിക്ക് വേറെ എല്ലാം കിട്ടാത്തില്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഇതെനിക്ക് കിട്ടുന്നുള്ള കോൺഫിഡൻസ് നിൽക്കുന്നത്. ഞാൻ എല്ലാ കോളേജിലും പോയിട്ട് ഇങ്ങനെ തപ്പുക. ഒരു കോളേജ് കിട്ടുന്നില്ല, ഒരു സ്ഥലം തരുന്നില്ല. ഞാൻ ആകെ ഡിപ്രസ്ഡായിട്ട് ബസ് പോകുമ്പോൾ ഏതോ ഒരു TMT കമ്പനീൻ്റെ പരസ്യത്തിൽ നമ്മുടെ എന്തായിരുന്നു പേര്, സിദ്ദിഖില്ലേ, നടൻ സിദ്ദിഖ്, പുള്ളി ഇങ്ങനെ നിൽക്കുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ ഒന്ന് മോട്ടിവേറ്റായിട്ട് നേരെ പോയി ഒരു സ്കൂളിൽ ചോദിച്ചു. ആ സ്കൂൾ കിട്ടി. 500 രൂപ റെൻറ്റ് പറഞ്ഞു. അപ്പോൾ തന്നെ കൊടുത്തു. അതൊക്കെ എൻ്റെ ലൈഫിലുണ്ടായ സംഭവങ്ങളാണ്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കുറേ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ HDFCയിൽ ഈ നമ്മൾ വീഡിയോയിൽ പോയി നമ്പർ ചോദിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, സെയിൽസ്. നമുക്ക് ഇത്ര നമ്പർ കിട്ടി, ഓരോ നമ്പറിന് പൈസ കിട്ടും. ഒരു ബാങ്കിൻ്റെ ഇതിലാണ്. അങ്ങനെ ഒരു ജോബുണ്ട്. പണ്ട് പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പ് ഒരു ഓട്ടോ കയറി. അപ്പോൾ ഓട്ടോ കയറിയിട്ട് ഞാൻ പോകുന്ന സമയത്ത് ആ ഓട്ടോക്കാരങ്ങനെ വണ്ടി ഓടിച്ച് ഇറങ്ങാൻ നേരത്ത് പൈസ കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പേര് അഖിൽ, എന്താ നാള്? അങ്ങനെ നാള് പറഞ്ഞു. ഇവിടെ ഒന്നും നിൽക്കേണ്ടവനല്ല കേട്ടോ. എന്നിട്ട് പുള്ളി പോയി. ഇവിടെ ഒന്നും ഇങ്ങനെയൊന്നും നിൽക്കേണ്ടവനല്ല കേട്ടോ. കൊണ്ട് പുള്ളി പോയി. എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മഹേഷിൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുക. സ്ക്രിപ്റ്റൊക്കെ റെഡി, ഷെബിനിക്ക് ഓക്കെ ഉണ്ട്. മഹേഷൻ കഥ കേട്ടോ ഓക്കെ അടിക്കണം. 8:30 മീറ്റിങ്. ഞാനാണ് കിളി പാറി നിൽക്കുക. കാരണം വർക്കാവുമോ ഇല്ലേ, ഇനി വർക്കായില്ലെങ്കിൽ എന്താണ് എന്നുള്ളത്. മറൈൻ ഡ്രൈവ് പോയിട്ടിരിക്കുക, ക്യൂൻസ് വർക്കിൽ പോയിരിക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ. നമുക്കാണെങ്കിൽ നെഗറ്റീവ് ആണല്ലോ എപ്പോഴും വരിക. അങ്ങനെയാണ് എനിക്കെപ്പോഴും നെഗറ്റീവ് വരിക. ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു ചേച്ചി, വീട്ടിലേക്കുള്ളൊരു ചേച്ചി വന്ന് ചുമ്മാ അവരുടെ ഒരു സെൽഫി എടുത്തിട്ട് ചുമ്മാ പോയി. അപ്പോൾ ഞാൻ ഓണായി. അങ്ങനെ അത് മേബി ഞാൻ ഓണാവാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, അത് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇതിൽ തൃശ്ശൂരിൻ്റെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ പൊതുവെ പറയുന്നുണ്ടല്ലോ, നമുക്ക് നമ്മുടെ മനസ്സിൽ അതിയായ ഒരു ആഗ്രഹമുണ്ട് യൂണിവേഴ്സ് നമുക്കായിട്ട് അതിനുള്ള സ്പേസ് തരും എന്നുള്ളത്. അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സീനായിരുന്നു. അത് എല്ലാ രീതിയിലും കണക്ട് ചെയ്ത് വരുന്നു. അത് എൻ്റെ ചേട്ടനിൽ ഒരുപാട് കണക്ട് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സ് ഭയങ്കര, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അത് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ സിനിമേൻ്റെ ഫ്രണ്ടിൽ പ്രപഞ്ചത്തിന് നന്ദി ഞാൻ ആദ്യം വെച്ചത്. എൻ്റെ മുമ്പുള്ള സിനിമകളിലൊക്കെ താങ്ക് ഗോഡിന് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രപഞ്ചത്തിന് നന്ദി. അതെൻ്റെ ഒരു മാറ്റമാണ്. എന്നുവെച്ചാൽ ദൈവം മോശം അങ്ങനത്തെ പരിപാടിയല്ല ഞാൻ പറയുന്നത്. യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യും. ഇനി അടുത്ത വർക്കിന് വരുന്നപ്പോൾ ഈ തലവരയ്ക്ക് മുൻപ് എഴുതിയ ആ കഥയായിരിക്കുമോ? ട്രൈ ചെയ്യുന്നുണ്ട്, ആയിട്ടില്ല. ട്രൈ ചെയ്ത് ഇനിയിപ്പം ഈ ഒരു 2 സിനിമ, ഇപ്പോൾ ഈ രണ്ടാമത്തെ സിനിമ തിയേറ്ററിക്കൽ റിലീസ് രണ്ടാമത്തെ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ഒരു റീച്ച്, ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ഷനെ മീറ്റ് ചെയ്യുന്നത് ഇനിയും കുറച്ചുകൂടെ സിമ്പിളായിരിക്കുമോ? സിമ്പിളായിരിക്കും. നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയി മീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ
മുമ്പാണെങ്കിലും എൻ്റെ കോൺഫിഡൻസ് പറഞ്ഞ സ്ക്രിപ്റ്റാണ്. നമ്മുടെ കയ്യിലൊരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് സ്ട്രോങ് ആണെന്ന് തോന്നുകയാണെങ്കിൽ പക്കയാണെന്ന് തോന്നുന്നത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും കയറി ചെന്ന് കഥ പറയാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. അതൊരു ബിഗിനർക്കും ഉണ്ട്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കും ഉണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് അങ്ങനെ ഇപ്പോൾ പ്രൊഡക്ഷൻ കമ്പനികളെല്ലാവരും അത്യാവശ്യം സ്ക്രിപ്റ്റ് നോക്കിയിട്ട് തന്നെ എടുക്കുന്നത്. മുമ്പ് ചെയ്ത പടം ഹിറ്റായിരുന്നു, അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു തന്നാൽ മതി കൊണ്ട് ഒരു പ്രൊഡക്ഷനും എടുത്തില്ല. ബിക്കോസ് സിനിമേൻ്റെ അവസ്ഥ അറിയാമല്ലോ, സിനിമ ഇറങ്ങുന്ന സിനിമ എല്ലാം ഹിറ്റാവുന്ന അവസ്ഥ ഇപ്പോൾ നിൽക്കുന്നത്. ചുമ്മാ ഒരു സിനിമ ചെയ്യാൻ ആരും താല്പര്യപ്പെടുന്നില്ല, ഒരു മേക്കേഴ്സും താല്പര്യപ്പെടുന്ന, ഒരു പ്രൊഡക്ഷൻ കമ്പനിയും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ ആയിരിക്കും ഇപ്പോഴും. പക്ഷേ നല്ല അപ്പോഴൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന പ്രശ്നം നല്ല കഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് മുമ്പും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ. കഥയിൽ മാറ്റം വരുന്നില്ല. കഥയിൽ മാറ്റം വരുന്നില്ല. നല്ല കണ്ടന്റ്, പുതിയ കണ്ടന്റ് കൊണ്ടുവരിക, അത് പരിപാടി വർക്കാവുന്ന പരിപാടി പിടിക്കുക, അതാണ് സ്ട്രഗിൾ, ഏറ്റവും വലിയ സ്ട്രഗിൾ. ഓക്കെ. ഇപ്പം ഈ സിനിമയിൽ പറഞ്ഞൊരു പൊളിറ്റിക്സ് ഉണ്ട്, വീട്ടിലേക്ക് വെച്ച് സഫർ ചെയ്യുന്ന ആൾ സിനിമയിലേക്ക് എത്തുന്നു. അഖിലിൻ്റെ സിനിമയിലേക്ക് അങ്ങനെ ഒരാളെ കാസ്റ്റ് ചെയ്യുമായിരിക്കുമോ? മനസ്സിലായില്ല. ഫ്രഷ് കാസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഫ്രഷ് കാസ്റ്റ് അല്ല, ഇത് ഇപ്പം ഈ വീട്ടിലേക്കോ പോലെ അതോ അല്ലെങ്കിൽ അതുപോലെ. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ സിനിമയിൽ ഓൾറെഡി അങ്ങനെ വീട്ടിലേക്കുള്ള ഒരാളുണ്ടല്ലോ, അവിടെ കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ? ആ ചേട്ടൻ അങ്ങനെ ഉള്ള ഒരു ചേട്ടനാ, വീട്ടിലേക്കുള്ള ചേട്ടനാ. എൻ്റെ പുള്ളിനെ വെച്ചല്ലോ. എനിക്ക് ഈ സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും ഉണ്ടായിരുന്ന താല്പര്യം അതാ, ഇതിൻ്റെ അങ്ങനെ വീട്ടിലേക്കുള്ള ഒറിജിനലായിട്ട് ഒരാൾ വേണം. വീട്ടിലേക്കുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് ജിഷ്ണു, അവൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് സോങ് കട്ടിൽ പോയതാ, ഇല്ലായിരുന്നെങ്കിൽ അവനും ഉണ്ടാവുമായിരുന്നു ഇതിൽ. ഇനി മുമ്പുള്ള സിനിമകളിലാണെങ്കിലും അങ്ങനെ ഉണ്ടാവും. നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് ഒറ്റ കാര്യം നോക്കുന്നുള്ളൂ. ഇപ്പം ചിലപ്പോൾ ചിലതിൽ മാത്രം നമുക്ക് ഇങ്ങനത്തെ ഫീച്ചേഴ്സുള്ള ആൾ വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാൾ വേണം എന്ന് പറയുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്കും അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നമില്ല. ഈ തലവര കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു ഫീൽ ഗുഡ് മനസ്സ് നിറഞ്ഞ്, കുറച്ച് ഇമോഷണലായി പക്ഷെ മനസ്സ് നിറഞ്ഞ് ആ ഒരു ഫീലാണ് എനിക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞ ഒരു ഫീൽ ഗുഡ് സിനിമ കണ്ടു തീർന്നൊരു ഫീൽ പോലെ ഉണ്ട്. എന്നാലും താങ്ക് യു സോ മച്ച് അഖിൽ, ഒരുപാട് സന്തോഷം. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഞാൻ അതിന് മുന്നേ വിളിക്കുന്നുണ്ടായിരുന്നു, ഫ്രീ ആയില്ല, അതുകൊണ്ട് നമുക്ക് ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. ഏതായാലും സിനിമ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എൻ്റെ കൂടെ ഉള്ളവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല ഒരുപാട് സിനിമകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു, ശ്രമിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനിയും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.